ഹായ് ഫ്രണ്ട്സ്, ഇംഗ്ലീഷിൽ എങ്ങനെ നീളമായ സെൻറ്റൻസ് ഉണ്ട്, നീളമായ വാക്യങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനെക്കുറിച്ച് ആൾറെഡി ഒരു 2 വീഡിയോ ഇട്ടായിരുന്നു. അത് ഇഷ്ടപ്പെട്ട് ഒത്തിരി കമൻസ് ഉണ്ട് അതുപോലെ വേണമെന്ന്. അതുകൊണ്ടാണ് ഈ വീഡിയോ പാർട്ട് 3 ആണ്. ചെറിയ ഒരു വാക്യം തുടങ്ങി അങ്ങനെ നീട്ടിക്കൊണ്ട് പോയി വലുതാവുമ്പോൾ ഒരു വിഷയം പറയാനുള്ള വലിയ സെൻറ്റൻസ് ഇംഗ്ലീഷിൽ ഉണ്ടാക്കാം. എളുപ്പമാണ്. നമ്മൾ മലയാളം പോലെ തന്നെ ചെറിയ വാക്യം തുടങ്ങി അതങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊണ്ടുപോയി പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങളറിയാതെ ഓട്ടോമാറ്റിക്കായിട്ട് ലോങ് സെൻറ്റൻസസ് പ്രസൻറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവും. അതിൻ്റെ ഒരു പ്രാക്ടീസാണിത് കേട്ടോ. പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ പഴയ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ലൈക്ക് ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക് യു. ഞാൻ കണ്ടു, ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഐ സോ. സീൻ്റെ പാസ്റ്റ് സോ, ഐ സോ. അപ്പം അതിൻ്റെ കൂടെ അവനേന്ന് ചേർക്കുക അല്ലെങ്കിൽ അവളേന്ന് ചേർക്കാം. ഇതിങ്ങളെ ഹിം അല്ലെങ്കിൽ ഹെർ ഇതിന് ചേർക്കാം. ഞാൻ അവനെ കണ്ടു, ഐ സോ ഹിം. ഐ സോ ഹിം. അതിൻ്റെ കൂടെ ഇന്നലെ എന്നൊരു വാക്ക് ചേർക്കുക. യെസ്റ്റർഡേ, ഇന്നലെ. ഞാൻ അവനെ ഇന്നലെ കണ്ടു, ഐ സോ ഹിം യെസ്റ്റർഡേ. ഐ സോ ഹിം യെസ്റ്റർഡേ. ഇത് മാറ്റി യെസ്റ്റർഡേ ഐ സോ ഹിം അങ്ങനെയും പറയാം കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ കൂടെ വൈകുന്നേരം മീൻസ് ഈവനിങ് എന്നുള്ളൊരു വാക്ക് ചേർക്കാണ്. ഐ സോ ഹിം യെസ്റ്റർഡേ ഈവനിങ്. ഞാൻ ഇന്നലെ വൈകുന്നേരം അവനെ കണ്ടു. ഐ സോ ഹിം യെസ്റ്റർഡേ ഈവനിങ്. അല്ലെങ്കിൽ യെസ്റ്റർഡേ ഈവനിങ് ഐ സോ ഹിം അങ്ങനെയും പറയാം. ഇതിൻ്റെ കൂടെ ആ കവലയിൽ ആ ജംഗ്ഷനിൽ എന്നൊരു വാക്ക് ചേർക്കാണ്. അറ്റ് ദി ജംഗ്ഷൻ. ഞാൻ ഇന്നലെ വൈകുന്നേരം അവനെ ആ കവലയിൽ കണ്ടു. ഐ സോ ഹിം യെസ്റ്റർഡേ ഈവനിങ് അറ്റ് ദി ജംഗ്ഷൻ. ഐ സോ ഹിം യെസ്റ്റർഡേ ഈവനിങ് അറ്റ് ദി ജംഗ്ഷൻ. ഇത് മാറ്റി യെസ്റ്റർഡേ ഈവനിങ് ഐ സോ ഹിം അറ്റ് ദി ജംഗ്ഷൻ അങ്ങനെയും പറയാം കേട്ടോ. അങ്ങനെ ഓരോ വാക്ക് ചേർക്കണം. ചേർത്തുകൊണ്ട് പോകുമ്പോൾ നമുക്ക് എത്ര വേണമെങ്കിലും ചേർക്കാം. വലിയ അങ്ങനെ വായും തുറന്ന ഇംഗ്ലീഷ് അങ്ങനെ ഒഴുകി വരും. മലയാളം പറയാറില്ലേ, സരളമായി അതുപോലെ ഫ്ലൂയൻ്റായിട്ട് ഒഴുകി വരണം. ഇതുപോലെ പ്രാക്ടീസ് ചെയ്യണം. ഓട്ടോമാറ്റിക്കലി കുറേ കഴിയുമ്പോൾ നിങ്ങളുടെ ബ്രെയിനും വായിക്കുമുള്ള ഒരു അറ്റാച്ച്മെൻറ്റ്, കണക്ഷൻ ഓട്ടോമാറ്റിക്കായിട്ട് ലോങ് സെൻറ്റൻസസ് ഒഴുകി വരും വായിന്ന്. കൂടെ അവൻ്റെ കുടുംബത്തിൻ്റെ കൂടെ എന്ന് ചേർക്കാം. വിത്ത് ഹിസ് ഫാമിലി. ഞാൻ ഇന്നലെ വൈകുന്നേരം അവനെ കണ്ടു ജംഗ്ഷനിൽ അവൻ്റെ കുടുംബത്തോടെ. ഇതെങ്ങനെ പറയും? ഐ സോ ഹിം യെസ്റ്റർഡേ ഈവനിങ് അറ്റ് ദി ജംഗ്ഷൻ വിത്ത് ഹിസ് ഫാമിലി. ഐ സോ ഹിം യെസ്റ്റർഡേ ഈവനിങ് അറ്റ് ദി ജംഗ്ഷൻ വിത്ത് ഹിസ് ഫാമിലി. ഇപ്പോൾ ഇതിൻ്റെ കൂടെ നിൽക്കുന്നത് കണ്ടു, സ്റ്റാൻഡിങ് എന്നൊരു വാക്ക് ചേർക്കുക. എങ്ങനെ പറയും? ഞാൻ ഇന്നലെ വൈകുന്നേരം അവനെ ജംഗ്ഷനിൽ അവൻ്റെ കുടുംബത്തോടെ നിൽക്കുന്നത് ഞാൻ കണ്ടു. ഐ സോ ഹിം യെസ്റ്റർഡേ ഈവനിങ് അറ്റ് ദി ജംഗ്ഷൻ സ്റ്റാൻഡിങ് വിത്ത് ഹിസ് ഫാമിലി. ഐ സോ ഹിം യെസ്റ്റർഡേ ഈവനിങ് അറ്റ് ദി ജംഗ്ഷൻ സ്റ്റാൻഡിങ് വിത്ത് ഹിസ് ഫാമിലി. ഇന്നലെ വൈകുന്നേരം ഞാൻ അവനെ കുടുംബത്തോട് ബസ്സിന് വേണ്ടി കവലയിൽ കാത്തിരിക്കുന്നത് കണ്ടു. ഇന്നലെ വൈകുന്നേരം ഞാൻ അവനെ കുടുംബത്തോട് ബസ്സിന് വേണ്ടി ആ കവലയിൽ കാത്തിരിക്കുന്നത് കണ്ടു. ഇത് ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം? Yesterday evening, I saw him standing at the junction with his family waiting for a bus. Yesterday evening, I saw him standing at the junction with his family waiting for the bus. That's all, friends. ഇതുപോലെയാണ് ഒരു ചെറിയ വാക്കിൽ തുടങ്ങി ലോങ് ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോയി അതങ്ങനെ ഇംഗ്ലീഷിൽ മാറ്റിയെടുക്കുമ്പോൾ മലയാളത്തിൽ ലോങ് സെൻറ്റൻസസ് പറയുന്നത് പോലെ തന്നെ ഇംഗ്ലീഷിലും ലോങ് സെൻറ്റൻസ് പറയാൻ കഴിയും. ആദ്യം എഴുതി പ്രാക്ടീസ് ചെയ്യുക, പിന്നെ അങ്ങനെ പറഞ്ഞു നോക്കുക. കുറച്ച് കാലം പ്രാക്ടീസ് ചെയ്യുമ്പോൾ വെരി സൂൺ യു വിൽ ടോക്ക് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് ഈസ് വെരി ഈസി, ബട്ട് പ്രാക്ടീസ്. ഇതേപോലത്തെ നെക്സ്റ്റ് ഒരു വീഡിയോ കാണുന്നവരെ ബൈ ഫ്രം യുവർ ജെയിംസ്.